എല്ലാവർക്കും ഫുഡി ബില്ലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബില്ലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാപ്രിക്ക യൂസ് ചെയ്താണ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ KFCയെക്കാട്ടിലൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഫ്രൈഡ് ചിക്കന്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനെ കൊണ്ട് ഞാനിപ്പോൾ ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യമേ അതിന് വേണ്ടിയിട്ടൊരു മിക്സ്ചർ ഉണ്ടാക്കണം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ആദ്യമേ ഒരു ബൗളിൽ മെയിനായിട്ടൊരു ഐറ്റം ഉണ്ട്, നമ്മൾ ഇതുവരെ വലുതായിട്ട് ഉപയോഗിക്കാത്തൊരു ഐറ്റം ഉണ്ട്. പാപ്രിക്ക എന്ന് പറയും, ഒരു ചില്ലി പൗഡർ തന്നെയാണ്. അതും നല്ല എരിയുള്ളൊരു ഐറ്റമാണ്. അതാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം കുരുമുളക് പൊടി 1 ടീസ്പൂണാണ് ചേർക്കുന്നത്, ബ്ലാക്കാണ്, നല്ല എരി കാണും. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. 1 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ കണ്ടോ, നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കാണ്. ഇനിയിപ്പോൾ നമ്മളിത് നമ്മുടെ ചിക്കനകത്തോട്ട് അപ്ലൈ ചെയ്യാൻ പോവാം. കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കനകത്തോട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. എല്ലാ കഷ്ണങ്ങളിലും എല്ലായിടത്തും ഒന്ന് പറ്റിയാൽ മതി നമുക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 2 മണിക്കൂറത്തേക്ക് ഇത് മാരിനേഷന് വെക്കണം. 2 മണിക്കൂർ മസ്റ്റായിട്ട് വെക്കണം. എന്നാലേ നമ്മുടെ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ മിക്സ്ചർ, അതായത് ഈ പാപ്രിക്കയുടെയൊക്കെ എരിയും കുരുമുളകിൻ്റെ എരിയും ഉപ്പും എല്ലാം കൂടി നമ്മുടെ ഈ ചിക്കനകത്തോട്ട് കയറത്തുള്ളൂ. അപ്പോൾ 2 മണിക്കൂർ മസ്റ്റായിട്ട് നമ്മൾ മാരിനേഷന് വെക്കണം. അതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റപ്പിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ നമ്മൾ മാരിനേഷന് വെച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അടുത്തൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ബേ ലീഫാണ്, ബിരിയാണി അല്ല. അത് കീറി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ടിടുക. കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ബൗള് തൈര് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് തൈര് അല്ലെങ്കിൽ മോരും വെള്ളം ഏതായാലും കുഴപ്പമില്ല. ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കൊച്ചുള്ളി പേസ്റ്റ് ആക്കിയതാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇഞ്ചി പൂണ്ട് പേസ്റ്റാണിത്, ഇതും 1 ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം നമുക്ക്. ശേഷം നമുക്ക് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പ് അടിപൊളിയായിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിലിരിക്കുകയാണ്. നമ്മുടെ ചിക്കനും മാരിനേഷന് ശേഷം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഈ അരപ്പിനകത്തോട്ട് മുക്കിയിടാൻ പോവുകയാണ്. നമ്മൾ ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് ഇതിനകത്തോട്ട് മുക്കിയിടാം നമുക്ക്. അപ്പം നല്ലോണം നമുക്ക് ഡിപ്പ് ചെയ്യണം, മുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇതിനകത്തിട്ട് മുക്കി വെച്ചേക്കാണ്. ഇങ്ങനെ ഒരു 1/2 മണിക്കൂറത്തേക്ക് നമുക്ക് വെച്ചേക്കണം. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ്, അടുത്തൊരു മിക്സ്ചർ ഉണ്ടാക്കിയാണ്. നമുക്ക് മൊത്തത്തിൽ 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ അടുത്ത മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മൾ കുറച്ച് മുന്നേ എടുത്തതിൻ്റെ ബാലൻസ് മിക്സ്ചറാണ്. അത് നമുക്ക് എടുക്കാം ഈ തവണ. ഇതിനകത്തോട്ട് നമുക്ക് ഇത് 2 ടേബിൾ സ്പൂൺ മൈദാമാവാണ്, അത് ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മൈദാമാവ് ഇട്ടതിന് ശേഷം ഇത് നമ്മുടെ കോൺ പൗഡറാണ്, ചോളപ്പൊടി, അത് നമുക്ക് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ശേഷം 1/2 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നല്ലോണം നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കാണ്. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മുടെ മിക്സ്ചർ എല്ലാം തയ്യാറാക്കി എടുത്തേക്കാണ്. ഇനിയിപ്പോൾ അടുത്ത സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്യാന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഈ മുക്കി ഇട്ടേക്കുന്ന ചിക്കൻ ഈ മിക്സ്ചറിനകത്ത് ഇട്ട് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വറക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/2 പോർഷനെങ്കിലും എണ്ണ ഒഴിച്ചാലേ നമുക്കിത് വറുത്ത് പോരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസ് ഇത് ഡിപ്പ് ചെയ്തിടാൻ പോവാണ്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് അരപ്പിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതിനകത്തോട്ടിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്തെടുക്കുക 4 സൈഡും. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വലിയ പാനിനകത്തൊക്കെ എടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് വറുത്ത് കോരി എടുക്കാം. ഇതപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ അടിപൊളിയായിട്ട് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാടിട്ട് കരിക്കാതെ അതങ്ങ് വാങ്ങാം. ശ്രദ്ധിച്ച് ഓരോന്നായിട്ട് കോരി എടുക്കണം. അപ്പോൾ നമ്മുടെ പാപ്രിക്ക ഫ്രൈഡ് ചിക്കൻ നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ഫ്രൈഡ് ചിക്കൻ്റെ ആ ടെക്സ്ചറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടും നല്ലൊരു കറുമുറ ഫീൽ കിട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ KFC ആണ് കുറച്ചും കൂടി ബെറ്റർ. ഈ പാപ്രിക്കയുടെ ആ ടേസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ നോർമൽ ഫ്രൈഡ് ചിക്കൻ തന്നെ, പക്ഷേ കുറച്ചുകൂടി ബെറ്റർ KFC ആണെന്ന് തോന്നും. അപ്പം മസ്റ്റായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ പാപ്രിക്ക എവിടെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇപ്പോൾ മോറ അങ്ങനെയുള്ള നല്ല വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ ഈ സാധനം കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നിടം വരെ ബൈ.